നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ. തെക്കൻ ലെബനോണിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 32 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാന്റെ നടപടി. വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ടെന്നും ഇറാൻ ആരോപിച്ചു. ഇറാനുമായി നിർണായക ചർച്ചകൾ നടത്തുന്നതിന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ചർച്ചകൾ നാളെ നടന്നേക്കുമെന്നാണ് വിവരം. അമേരിക്കയുമായി സമാധാന കരാർ ഒപ്പുവെച്ച് ദിവസങ്ങൾക്കകമാണ് പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുന്നത്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാൻ ഹോർമുസ് പൂർണ്ണമായും അടച്ചത്. പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടിരുന്നു. അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഇറാൻ ആരോപിച്ചു. അമേരിക്കയുമായുള്ള സമാധാന കരാർ പ്രാബല്യത്തിലാകണമെങ്കിൽ ലെബനനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കയും ഇസ്രായേലിനോട് ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. ലെബനനിൽ ആക്രമണം തുടർന്നാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ആഗോള എണ്ണക്കടത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് അടച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിലും ആശങ്ക പുകയുകയാണ്. അതിനിടെ ഇറാനുമായി നിർണായക ചർച്ചകൾ നടത്തുന്നതിന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചു. സ്വിറ്റ്സർലൻഡ് മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചകളിലൂടെ നയതന്ത്രപരമായ പരിഹാരം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നതായും JD വാൻസ് പറഞ്ഞു. നാളെ നടക്കുന്ന ചർച്ചയിൽ പാകിസ്ഥാനിൽ നിന്നും ഖത്തറിൽ നിന്നുമുള്ള മധ്യസ്ഥർ പങ്കെടുക്കും. 60 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തീകരിച്ച് അന്തിമ കരാറിൽ ഏർപ്പെടുമെന്നാണ് ധാരണാപത്രത്തിലെ വ്യവസ്ഥയെങ്കിലും പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാൻ സ്വതന്ത്ര പലസ്തീൻ രാജ്യം രൂപീകരിക്കണമെന്ന് ആവർത്തിച്ച് സൗദി അറേബ്യ. UN സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് സൗദി നിലപാട് വ്യക്തമാക്കിയത്. ഗസയിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ മാനുഷിക സഹായങ്ങൾ ഉടനടി എത്തിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു. പലസ്തീൻ പ്രശ്നമാണ് മേഖലയിലെ പ്രതിസന്ധികൾക്ക് പ്രധാന കാരണമെന്ന് സൗദി അറേബ്യ UN-ൽ ഓർമ്മിപ്പിച്ചു. സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിൽ അറബ് ഗ്രൂപ്പിനു വേണ്ടി സംസാരിച്ച സൗദി ഔദ്യോഗിക പ്രതിനിധി ഡോക്ടർ അബ്ദുൽ അസീസ് അൽ വാസിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മേഖലയിൽ സമാധാനം വരാൻ ദ്വിരാഷ്ട്ര പരിഹാരം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി 967 അതിർത്തികൾ അംഗീകരിച്ച് കിഴക്കൻ ജെറൂസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കണം. ഇസ്രായേൽ നടത്തുന്ന അനധികൃത കുടിയേറ്റങ്ങളെയും ഫലസ്തീൻ ജനതയെ നിർബന്ധമായി നാടുകടത്തുന്നതിനെയും അറബ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ജെറൂസലേമിന്റെ ചരിത്രപരവും നിയമപരവുമായ പദവി മാറ്റാൻ ഇസ്രായേൽ നടത്തുന്ന ഒരു നീക്കവും നിലനിൽക്കില്ല. ഗസയിൽ ശാശ്വതമായ വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്ക ഉൾപ്പെടെ നടത്തുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങളെ സൗദി സ്വാഗതം ചെയ്തു. ഗസയിലെ ജനങ്ങൾക്ക് അടിയന്തരമായി സഹായങ്ങൾ എത്തിക്കണം. ഈ മാനുഷിക സഹായങ്ങളെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനോ കൂട്ടായ ശിക്ഷാ നടപടിയായോ ഉപയോഗിക്കാൻ പാടില്ല. രാജ്യാന്തര നിയമങ്ങൾ പാലിച്ച് ഫലസ്തീൻ ജനതയ്ക്ക് സംരക്ഷണം നൽകാൻ സുരക്ഷാ കൌൺസിൽ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മുൻ പ്രമേയങ്ങൾ നടപ്പിലാക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു. 24 ജിദ്ദ. യമൻ സർക്കാരിന് സാമ്പത്തിക സഹായവുമായി സൗദി അറേബ്യ. ബജറ്റ് കമ്മി നികത്തുന്നതിനും ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനുമായി 224 ദശലക്ഷം റിയാലാണ് സൗദി അനുവദിച്ചത്. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സഹായം. യമനിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സൗദി ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ധനസഹായം നൽകാൻ തീരുമാനിച്ചത്. യമനിലെ സൗദി അംബാസിഡർ മുഹമ്മദ് അൽ ജാബിർ പുതിയ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. 224 ദശലക്ഷത്തിലധികം റിയാൽ ഈ ഘട്ടത്തിൽ കൈമാറാനാണ് തീരുമാനം. യമനിലെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള സൗദി പ്രോഗ്രാം വഴി ഈ തുക വിനിയോഗിക്കും. യമനിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതെ നൽകാൻ ഈ തുക സഹായിക്കും. കൂടാതെ രാജ്യത്തെ വിദേശ നാണ്യക്ഷാമം പരിഹരിക്കാനും ഇതിലൂടെ സാധിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന യമൻ കറൻസിയുടെ മൂല്യം ഇടിയാതെ കാക്കാനും ഈ ഇടപെടൽ സഹായകരമാകും. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി എത്തിക്കാനും രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരാനും സൗദിയുടെ ഈ സഹായം വലിയ പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തൽ. 24 ജിദ്ദ. കുവൈറ്റിൽ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം പ്രൗഢഗംഭീരമായി നടന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച യോഗ സെഷനിൽ 2200-ലധികം പേരാണ് പങ്കെടുത്തത്. ലോകമെമ്പാടുമുള്ള യോഗാ പ്രേമികൾക്കൊപ്പം കുവൈറ്റിലും 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടന്ന മുഖ്യ ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ, പ്രവാസി സംഘടനകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി വലിയൊരു ജനസഞ്ചയം പങ്കെടുത്തു.
ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ ലോക യോഗാ ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം. ശാരീരിക ക്ഷമത, മാനസികാരോഗ്യം, വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവ നിലനിർത്താനും എല്ലാ പ്രായക്കാർക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കാനും യോഗ എത്രത്തോളം പ്രയോജനകരമാണെന്നാണ് ഈ പ്രമേയം നൽകുന്ന സന്ദേശം. സാൽമിയയിലെ ബുലവർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രധാന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി പരമിത ത്രിപാഠി ഉദ്ഘാടനം നിർവഹിച്ചു. കുവൈറ്റ് യോഗ കമ്മിറ്റി പ്രസിഡന്റ് ഷെയ്ഖ അലി അൽ ജാബർ അൽ സബാഹ് മുഖ്യാതിഥിയായിരുന്നു. ഇന്തോനേഷ്യൻ അംബാസഡറും ഏഷ്യൻ അംബാസഡേഴ്സ് ഗ്രൂപ്പിന്റെ ഡീനുമായ ലീന മർസൂക്ക, കുവൈറ്റിലെയും GCC റീജിയണൽ ഓഫീസിലെയും UN ഹാബിറ്റാറ്റ് മിഷൻ മേധാവി ഡോക്ടർ അമീറ അൽ ഹസൻ എന്നിവരും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സൗദി അറേബ്യയിലെ അറബ് യോഗ ഫൗണ്ടേഷൻ സ്ഥാപകയും ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ പ്രസിഡന്റുമായ പത്മശ്രീ നൌഫ് അൽ മർവായിയും ചടങ്ങിൽ പ്രത്യേകാതിഥിയായി സംബന്ധിച്ചു. പുരാതന ഇന്ത്യൻ ജ്ഞാനത്തിൽ വേരൂന്നിയ യോഗ ദേശീയത, സംസ്കാരം, മതം, ഭാഷ എന്നിവയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറമാണെന്ന് ഇന്ത്യൻ സ്ഥാനപതി പരമിത ത്രിപാഠി ഓർമ്മിപ്പിച്ചു. രാവിലെ 5 മുതൽ 6:30 വരെ നടന്ന യോഗ സെഷനിൽ 2200-ൽ അധികം പേർ പങ്കെടുത്തു. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. UAE-യിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്ത് 10x പ്രോപ്പർട്ടീസ് ദുബായിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. അറ്റ്ലാന്റിസ് ദ്വീപ് പാമിൽ നടന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റർ ബിസിനസ് മീറ്റിൽ 100 ബില്യൺ ദിർഹത്തിലേറെ മൂല്യമുള്ള പ്രീമിയം റിയൽ എസ്റ്റേറ്റ് പദ്ധതികളാണ് അവതരിപ്പിച്ചത്. നിക്ഷേപകരും വ്യവസായ പ്രമുഖരും പങ്കെടുത്തു. ഷെയ്ഖ് ജുമ അൽ മക്തൂമിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്രൈവറ്റ് അഡ്വൈസറുമായ യാക്കൂബ് അൽ അലി സംഗമം ഉദ്ഘാടനം ചെയ്തു. ദുബായിലും UAE-യിലുടനീളമുള്ള വർദ്ധിച്ചുവരുന്ന നിക്ഷേപ അവസരങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. പരിപാടിക്ക് ലഭിച്ച വലിയ സ്വീകാര്യത നിക്ഷേപകരുടെ വിശ്വാസമാണ് തെളിയിക്കുന്നതെന്നും 10x ഗ്രൂപ്പ് CEO സുകേഷ് ഗോവിന്ദൻ പറഞ്ഞു. അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ നീതി നിഷേധമെന്ന് ട്രഷറർ ഉണ്ണി ശിവപാൽ. ഓഫീസ് സ്റ്റാഫിന്റെ പരാതിയിൽ അമ്മ തന്നെ കേട്ടില്ല, തന്നെ നിർബന്ധിത അവധിയിൽ പറഞ്ഞയച്ചു, ജനറൽ ബോഡിയിൽ എല്ലാം തുറന്നു പറയുമെന്നും ഉണ്ണി ശിവപാൽ പറഞ്ഞു. അമ്മ വാട്സപ്പിൽ ഉണ്ണി ശിവപാൽ അയച്ച വീഡിയോ 24-ന്. അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈൻ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ മൊബൈൽ, എൻ്റെ വാട്സപ്പ് ചാറ്റ്, എൻ്റെ യൂബർ യാത്ര. നാളെ ജനറൽ ബോഡി നടക്കാനിരിക്കെയാണ് ഉണ്ണിയുടെ വീഡിയോ പുറത്തു വന്നത്. വിപിൻ സി വിജയൻ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, അങ്ങനെ താരസംഘടന അമ്മയിലെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ആദ്യം തുടക്കത്തിൽ അൻസിബ് ഒരു പ്രശ്നം ഉന്നയിക്കുന്നു, പിന്നീട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ പരാതി, ഇപ്പോഴിതാ ട്രഷറർ തന്നെ നേരിട്ട് വരുന്നു. അങ്ങനെ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല അല്ലെ? ശ്രീനിധി, നാളെ അമ്മയുടെ നിർണായക ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ നടക്കുകയാണ്. പ്രധാനമായും അതിൽ ട്രഷറർ ഉണ്ണി ശിവപാൽ കഴിഞ്ഞ മെയ് 12 മുതൽ തന്നെ ഇപ്പോൾ പുറത്തു നിർത്തിയിരിക്കുകയാണ്. കാരണം അവിടുത്തെ ഓഫീസ് സ്റ്റാഫിന്റെ പരാതിയിൽ, അതായത് തൊഴിൽ പീഡനം നടന്നു എന്നുള്ള പരാതിയെ തുടർന്നാണ് ട്രഷററായിരുന്ന ഉണ്ണി ശിവപാലിനെ പുറത്തു നിർത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ജനറൽ ബോഡി നടക്കുന്നതിന്റെ തലേ ദിവസമാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് അമ്മയിൽ നീതി നിഷേധമാണ്, തന്റെ ഭാഗം അമ്മ കേട്ടില്ല എന്നുള്ളതാണ്. ഈ പുറത്തു നിർത്തിയതിനു ശേഷം തന്നെ നിരവധി തവണ തന്റെ ഫോൺ സമർപ്പിക്കാമെന്നും നുണപരിശോധനയ്ക്ക് വരെ വിധേയമാകാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടും ഒരു വിധത്തിലും അമ്മയിലെ അംഗങ്ങൾ അത് കേട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന യോഗത്തിൽ ഇതെല്ലാം തന്നെ തുറന്നു പറയും. എത്രത്തോളം സമയം തനിക്ക് അതിന് ലഭിക്കുമെന്നറിയില്ല. അതിനുശേഷം പുറത്തു പറയാനുള്ള കാര്യങ്ങൾ പറയും. തന്നെ പുറത്തു നിർത്തിയത് ഏത് ബൈലോയുടെ പുറത്താണ്, ഒപ്പം തന്നെ ഇത് തന്റെ ഒപ്പം തന്നെ വിശ്വസിച്ച് നിന്ന ആളുകൾക്കും തനിക്കും കിട്ടിയ ഒരു അടിയായിട്ടാണ് ഉണ്ണി ശിവപാൽ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയും എന്നുള്ളതും പറയുമ്പോൾ നാളത്തെ ജനറൽ ബോഡി യോഗം അത് കൂടുതൽ കലുഷിതമാകുമെന്നുള്ളതാണ്. കാരണം പല വിധത്തിലുള്ള ഗ്രൂപ്പിസവും പല വിധത്തിലുള്ള പിണക്കങ്ങളും നിലനിൽക്കുന്നതിനിടയിലാണ് ഈ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകണോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ട്രഷറായിട്ടുള്ള ഉണ്ണി ശിവപാലിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ശരി, എന്തായാലും താരസംഘടനയിലെ നിരവധി പ്രശ്നങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാളെ ജനറൽ ബോഡി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അമ്മയിൽ നീതി നിഷേധം എന്ന് പറഞ്ഞ് ട്രഷറർ ഉണ്ണി ശിവപാൽ രംഗത്തെത്തിയിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. സൗദിയിൽ ജനങ്ങളുടെ ശരാശരി ആയുസ് 79.7 വയസ്സായി ഉയർന്നു.
സൗദി വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ആരോഗ്യ പരിവർത്തന പരിപാടിയുടെ 2025 റിപ്പോർട്ടിലാണ് രാജ്യത്തിന്റെ സുപ്രധാന നേട്ടങ്ങൾ വിശദീകരിക്കുന്നത്. സൗദി ഹെൽത്ത് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിന്റെ 2025 വാർഷിക റിപ്പോർട്ടിലാണ് രാജ്യത്തിന്റെ സുപ്രധാന നേട്ടങ്ങളുള്ളത്. പുതിയ കണക്കുകൾ പ്രകാരം സൗദി അറേബ്യയിലെ ജനങ്ങളുടെ ശരാശരി ആയുസ് 79.7 വയസ്സായി ഉയർന്നു. വിഷൻ 2030 പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്ന 80 വയസ്സ് എന്ന നേട്ടത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ രാജ്യം. രാജ്യത്തെ ജനസംഖ്യയുടെ 97.5% ആളുകൾക്കും അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. അതോടൊപ്പം ആരോഗ്യമേഖലയിലെ ഡിജിറ്റൽ സംവിധാനങ്ങളിലും വലിയ വിപ്ലവമാണ് രാജ്യം കാഴ്ചവെക്കുന്നത്. സൗദി സർക്കാരിന്റെ ഔദ്യോഗിക ആരോഗ്യ ആപ്പായ സിഹത്തി ഉപയോഗിക്കുന്നവരുടെ എണ്ണം 3,10,00,000 കടന്നു. രാജ്യത്തെ വിർച്വൽ ഹോസ്പിറ്റൽ ശൃംഖല വഴി 3,60,000-ലധികം ആളുകൾക്ക് വിദഗ്ധ ചികിത്സ നൽകാനും സാധിച്ചു. ആരോഗ്യമേഖലയിലെ ജീവനക്കാരുടെ ആകെ എണ്ണം 8,03,000-ലധികമായി ഉയർന്നു. കൂടാതെ സൗദി ബോർഡ് വഴി 35,000-ലധികം ഡോക്ടർമാരാണ് പുതുതായി യോഗ്യത നേടിയത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം വഴി രാജ്യത്തെ റോഡ് അപകട മരണങ്ങളിൽ 60% കുറവ് രേഖപ്പെടുത്താൻ കഴിഞ്ഞതും വലിയ നേട്ടമായി. ഭാവിയിലുണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധികളെ നേരിടാനുള്ള സന്നദ്ധതയിൽ 92% കൈവരിക്കാനും സൗദിക്ക് കഴിഞ്ഞു. വിഷൻ 2030 വഴി ലക്ഷ്യമിട്ട ഈ നേട്ടം നിശ്ചിത സമയത്തിനു മുമ്പ് തന്നെ രാജ്യം മുൻകൂട്ടി സ്വന്തമാക്കി. 24 ജിദ്ദ. സോഷ്യൽ മീഡിയ വഴിയുള്ള വിസ തട്ടിപ്പിനും അനധികൃത സേവനങ്ങൾക്കുമെതിരെ വ്യാപക നടപടിയുമായി GDRFA ദുബായ്. സമൂഹത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കാനുമുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്ന തട്ടിപ്പ് സംഘങ്ങളെ കണ്ടെത്തിയത്. സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്ന ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ പൊതുജന വിശ്വാസം സംരക്ഷിക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടി ലക്ഷ്യമിടുമെന്ന് അധികൃതർ വ്യക്തമാക്കി. UAE-യിൽ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങൾ നൽകുന്ന BLS കേന്ദ്രങ്ങൾ ഈ മാസം 25 മുതൽ പുതിയ അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റ് നൽകില്ല. ജൂലൈ 1 മുതൽ സേവനങ്ങളുടെ കരാർ ഏറ്റെടുത്ത അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റ് നൽകുന്ന പോർട്ടൽ സജ്ജമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജൂൺ 26 മുതൽ 30 വരെ 5 ദിവസം പുതിയ പാസ്പോർട്ട് പുതുക്കൽ, വിസ, അറ്റസ്റ്റേഷൻ എന്നീ സേവനങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അടിയന്തര ഘട്ടത്തിൽ മാത്രം അബുദാബിയിലെ ഇന്ത്യൻ എംബസി, ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവ വഴി നേരിട്ട് അപേക്ഷിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സാറ്റലൈറ്റ് ചാനലുകളുടെ കണ്ടന്റുകൾ ചോർത്തുന്ന സംഘം ദുബായിൽ പിടിയിലായി. വിവിധ ആപ്ലിക്കേഷനുകൾ വഴി അനധികൃത സബ്സ്ക്രിപ്ഷനിലൂടെ കണ്ടന്റുകൾ വിൽക്കുന്ന സംഘമാണ് പിടിയിലായത്. പകർപ്പവകാശ ലംഘന നിയമപ്രകാരമാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. എൻക്രിപ്റ്റ് ചെയ്ത അന്താരാഷ്ട്ര സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകൾ മോഷ്ടിക്കുകയും റിസീവർ ഉപകരണങ്ങൾ, ഓൺലൈൻ ലിങ്കുകൾ, അനധികൃത വെബ്സൈറ്റുകൾ എന്നിവ വഴി നിയമവിരുദ്ധമായി പുനഃസംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്ന സംഘമാണ് പിടിയിലായത്. വിവിധ ആപ്ലിക്കേഷനുകളിലൂടെ ഈ ചാനൽ കണ്ടന്റുകൾ സംഘം വിൽപ്പന നടത്തിയിരുന്നു. സംഘടിത ക്രിമിനൽ ശൃംഖലയെ പൂർണ്ണമായി തകർത്തതായി ദുബായ് പോലീസ് അറിയിച്ചു. ചാനൽ ഉടമകളുടെ സ്വത്തവകാശം സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള സേനയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെയും ഭാഗമാണ് ഈ നീക്കം. കുറച്ചുകാലമായി ദുബായ് പോലീസ് ഈ സംഘത്തിന് പിന്നാലെയായിരുന്നു. ആവശ്യമായ ലൈസൻസുകളോ രേഖകളോ ഇവരുടെ പക്കലില്ലെന്ന് കണ്ടെത്തി. വാർഷിക സബ്സ്ക്രിപ്ഷൻ പാക്കേജുകൾ വഴി ഉപഭോക്താക്കൾക്ക് മോഷ്ടിച്ച കണ്ടന്റുകൾ വിൽക്കുകയായിരുന്നു ഇവരുടെ രീതി. പകർപ്പവകാശ ഉള്ളടക്കം ചൂഷണം ചെയ്ത് പ്രതികൾ നിയമവിരുദ്ധമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയതായും പ്രക്ഷേപണത്തിന്റെ പ്രത്യേക അവകാശമുള്ള കമ്പനിക്ക് ഗണ്യമായ സാമ്പത്തിക നഷ്ടം വരുത്തിയതായും പോലീസ് കണ്ടെത്തി. അംഗീകൃത ചാനലുകളിലൂടെയും ലൈസൻസ് ഉള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും മാത്രമേ ഡിജിറ്റൽ ഉള്ളടക്കം നേടാൻ പാടുള്ളൂ എന്ന് ദുബായ് പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അജ്ഞാതമോ ലൈസൻസ് ഇല്ലാത്തതോ ആയ ദാതാക്കളിൽ നിന്ന് സബ്സ്ക്രിപ്ഷനുകളോ സേവനങ്ങളോ വാങ്ങുന്നതിനെതിരെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 24 ദുബായ്. ഡ്രൈവറില്ല ബസ് നിരത്തിലിറക്കാൻ അബുദാബി. പൊതുഗതാഗതത്തിന്റെ ഭാഗമായി ബസ് അവതരിപ്പിക്കാനാണ് നീക്കം. 25 വർഷത്തിനകം പൊതുഗതാഗതത്തിന്റെ 40% AI ബസ്സുകളാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്മാർട്ട് മൊബിലിറ്റി സാങ്കേതിക വിദ്യകളും സ്വയം ഡ്രൈവിംഗ് ഗതാഗത സംവിധാനങ്ങളും എമിറേറ്റിലുടനീളം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. മെന മേഖലയിലെ ആദ്യ ഡ്രൈവറില്ലാ ബസ് പരീക്ഷണം അബുദാബിയിൽ ആരംഭിക്കാൻ പദ്ധതിയിടുകയാണ്.
ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ, എമിറാത്തി സ്മാർട്ട് മൊബിലിറ്റി കമ്പനി ലൂമോയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. പൈലറ്റ് പദ്ധതിയുടെ സാധ്യതകൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവും സാങ്കേതികാധിഷ്ഠിതവുമായ മൊബിലിറ്റി സിസ്റ്റങ്ങളുടെ വികസനത്തെ പിന്തുണയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പൈലറ്റ് പ്രൊജക്ടുകളും പഠനങ്ങളും നടത്താനുള്ള അവസരങ്ങൾ യോഗം വിലയിരുത്തി. 2040 ആകുമ്പോഴേക്കും എമിറേറ്റിലുടനീളമുള്ള എല്ലാ യാത്രകളുടെയും 25% സ്മാർട്ട് ഓട്ടോണമസ് ഗതാഗത മോഡുകൾ വഴിയാക്കുക എന്നതാണ് അബുദാബിയുടെ ലക്ഷ്യം. ഡ്രൈവറില്ലാ ടാക്സികൾ നിരത്തിലിറക്കുക വഴി നൂതന സാങ്കേതിക വിദ്യകളും കൃത്രിമ ബുദ്ധിയും നയിക്കുന്ന ഭാവിയിലേക്കുള്ള തന്ത്രപരമായ ചുവടുവയ്പ്പാണ് അബുദാബി നടത്തുന്നതെന്ന് അബുദാബി മൊബിലിറ്റിയിലെ ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം സെക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹമദ് അദേൽ അൽ അഫീഫി പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോണമസ് സിസ്റ്റങ്ങൾ, ഗതാഗത പ്രവർത്തനങ്ങൾ എന്നിവയിലെ തങ്ങളുടെ വൈദഗ്ധ്യം കമ്പനി പ്രയോജനപ്പെടുത്തുമെന്ന് ലൂമോയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷോൺ ടിയോ വ്യക്തമാക്കി. 24 ദുബായ്. ഒമാൻ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒമാൻ തീരത്ത് അപകടത്തിൽപ്പെട്ട ഇന്ത്യക്കാരായ കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയ ഒമാൻ ഭരണകൂടത്തിനും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാ വിഭാഗങ്ങൾക്കും നന്ദിയും ആദരവും രേഖപ്പെടുത്തുക എന്ന സന്ദേശമാണ് ക്യാമ്പിലൂടെ ഉയർത്തിക്കാട്ടിയത്. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവാസികൾ പങ്കെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വിജി തോമസ്, രാജേഷ് കുമാർ, നൂറുദ്ദീൻ, മുസ്തഫ, സിയാദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഷാർജ അൽ ഷംസ് മെഡിക്കൽ ഗ്രൂപ്പ് 23ാം വാർഷികത്തോടനുബന്ധിച്ച് പേസ് ഗ്രൂപ്പുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുവൈല കൽബ റോഡിലുള്ള അൽ ഷംസ് മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിലാണ് 2000-ഓളം ആളുകൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിറ്റാമിൻ ഡി, ക്രിയാറ്റിൻ, കൊളസ്ട്രോൾ അടക്കമുള്ള ലാബ് ടെസ്റ്റുകൾ, ന്യൂറോളജി, കാർഡിയോളജി, യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി അടക്കമുള്ള വിഭാഗങ്ങളിൽ 50ഓളം ഡോക്ടേഴ്സിന്റെ സേവനം എന്നിവ സൗജന്യമായി നൽകി. പേസ് ഗ്രൂപ്പ് ചെയർമാൻ സൽമാൻ ഇബ്രാഹിം, ആസ്റ്റർ ഗ്രൂപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് റിലേഷൻസ് ജനറൽ മാനേജർ സിറാജുദ്ദീൻ മുസ്തഫ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം എന്നിവർ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അൽ ഷംസ് മെഡിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ PA ഷംസുദ്ദീൻ, ഡയറക്ടർ PA മൊയ്തീൻ കുട്ടി അടക്കമുള്ളവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വായന ട്രെയിൻ ഓടിച്ച് കാഴ്ചക്കാരുടെ മനം നിറച്ച് കൊല്ലം ഗാന്ധി ഭവനിലെ കുട്ടികൾ. വായനാ ദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഭിന്നശേഷി കുട്ടികളുടെ വേറിട്ട ട്രെയിൻ യാത്ര. പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ് ആഘോഷയാത്രയ്ക്ക് വേദിയായത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ട്രെയിൻ ഗ്രീൻ സിഗ്നലിനായി കാത്തുകിടന്നു. നിറയെ പുഞ്ചിരി നിറച്ചൊരു വായനാ ട്രെയിൻ. വായനാ ദിനത്തോടനുബന്ധിച്ച് പത്തനാപുരം ഗാന്ധി ഭവനിലെ കുരുന്നുകളായിരുന്നു ട്രെയിനിൽ. എല്ലാ കമ്പാർട്ട്മെന്റിലും വായനയ്ക്കൊരിടം എന്ന ആശയം പ്രചരിപ്പിക്കുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം. വായനാ ദിനം ഒരാശയം ദിവസത്തിന്റെ പ്രാധാന്യം വന്നപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചിന്തിച്ചത്. അപ്പൊ ഞങ്ങളുടെ മക്കൾക്കും വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും എന്നുള്ളത് പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയൊരു ലക്ഷ്യമായിരുന്നു. പത്തനാപുരം ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും പുറപ്പെട്ട വായനാ ട്രെയിൻ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അടക്കം ജീവനക്കാരും യാത്രക്കാരും മധുരപലഹാരങ്ങൾ നൽകിയാണ് ട്രെയിനിനെ സ്വീകരിച്ചത്. ഈ ട്രെയിനും അവരൊരു ഡെമോ കാണിച്ചിട്ടുണ്ട്. ട്രെയിനിനകത്ത് സഞ്ചരിക്കുന്നതായിട്ട് അതെല്ലാം വളരെ ആകർഷണീയമായിരുന്നു. ഈ റെയിൽവേയിലെത്തി ഈ വായനയോടൊപ്പം റെയിൽവേയും അതോടൊപ്പം ഗാന്ധി ഭവനിലെ സ്പെഷ്യൽ കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് ആയി കാണുമെന്നാണ് കരുതുന്നത്. വന്ദേ ഭാരത് മാതൃകയിലാണ് ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പാട്ടും കഥ പറച്ചിലുമൊക്കെ യാത്രയ്ക്ക് കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ വായനയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ആശയങ്ങൾ സംവേദിക്കാനും പരസ്പരം നമുക്ക് സംസാരിക്കാനും ഒക്കെ ഉള്ള സ്ഫുടത കിട്ടുന്നതിന് പോലും നമുക്ക് ഈ പത്രവായന ഒരു പ്രധാന ഘടകമാണ്. ഭിന്നശേഷി എന്നത് പരിമിതിയല്ലെന്നും വ്യത്യസ്തമായ കഴിവുകൾ നിറഞ്ഞൊരു ലോകത്തേക്കുള്ള യാത്രയാണെന്നും ബോധ്യപ്പെടുത്തി സ്നേഹം പകർന്ന് ആ ട്രെയിൻ ഗാന്ധി ഭവനിലേക്ക് തന്നെ മടങ്ങി. 24 കൊല്ലം.
ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.